ഹലോ ഗൈസ്, ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെയും ചർച്ചയുടെയൊക്കെ ഒടുവിൽ ഞാനും കണ്ണനും കൂടെ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണിത്. ഈ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോയും അതേപോലെ എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോയുമാണ്. വാട്സപ്പിൽ പോലും ഒരു വോയിസ് നോട്ട് ഇടാത്ത ആളാണ് ഞാൻ. ഞാനാണിപ്പോൾ യൂട്യൂബിൽ ഇത്രയും വലിയൊരു ലോങ് വീഡിയോ ഓൺ വോയിസ് ചെയ്യുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എങ്ങനെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും. എനിക്കാണെങ്കിൽ നല്ല പനിയും, കണ്ണനാണെങ്കിൽ ഏർലി മോർണിംഗ് ഡ്യൂട്ടിക്കും പോയി, വീടാണെങ്കിൽ കംപ്ലീറ്റ് മിസ്സും. ഞാൻ ഓർത്തു എന്നാൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ആക്കി കളയാം, അപ്പോൾ ഒരു വീഡിയോയും കൂടെ എടുക്കാം. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇത്. ഇങ്ങനെ ക്ലീൻ ആക്കാൻ കയറുന്ന ചില സിറ്റുവേഷൻസിലാണ് ഞാൻ എൻ്റെ അമ്മേനെ ശരിക്കും മിസ്സ് ചെയ്യുന്നത്. കാരണം അമ്മ വൃത്തിയാക്കി കയറുമ്പോൾ എൻ്റെ ഓരോ സാധനങ്ങളും കളയാനായിട്ട് എടുത്തു വയ്ക്കും, ഞാൻ അതെല്ലാം തിരിച്ച് പറക്കിയെടുത്ത് വെക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ പേര് അവിടെ വലിയൊരു യുദ്ധമായിരിക്കും. ഇതൊന്നും അല്ല രസം. 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ തന്നെ ഇതെല്ലാം എടുത്ത് പറക്കി കളയുകയും ചെയ്യും. എന്തോ അമ്മ കളയാനെടുക്കുമ്പോൾ മാത്രം അതെല്ലാം എനിക്ക് ആവശ്യമായി തരുന്നൊരു പ്രത്യേകതര അസുഖം അന്ന് എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പേരും പറഞ്ഞ് ഞാനും അമ്മയും തമ്മിൽ വലിയൊരു യുദ്ധമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും യുദ്ധത്തിന് കുറവൊന്നുമില്ല, അമ്മയ്ക്ക് പകരം കണ്ണനാണെന്ന് മാത്രം. വീട് വൃത്തിയാക്കി തുടങ്ങിയപ്പോഴാണ് ശരിക്കും വീട് ഇത്രയും വൃത്തികേടാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. യൂഷ്വലി ഞാൻ എൻ്റെ എല്ലാ ഓഫ് ഡേയ്സിലും വീട് ക്ലീൻ ചെയ്യാറുള്ളതാണ്. ബട്ട് ലാസ്റ്റ് കുറച്ച് ഡേയ്സ് ആയിട്ടുള്ള ട്രിപ്പും അതേപോലെയുള്ള എൻ്റെ സിക്നസ്സും എല്ലാം കൊണ്ട് ഞാൻ കുറച്ച് മടി പിടിച്ചു പോയി. അതുകൊണ്ട് തന്നെ വീട് ഇത്രയും വൃത്തികേടാണെന്ന് ഞാൻ അറിഞ്ഞുമില്ല. ഇവിടെ ഉള്ളവർക്കറിയാം, ഈ ഫ്ലോറിൽ മുടി വീണ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് തൂത്തുവാരി കളയാൻ വേണ്ടിയിട്ട്. തൂത്തുവാരി വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അറ്റാക്ക് വരും. കാരണം എൻ്റെ തലയിലുള്ളതിനെക്കാട്ടി മുടി കാണും ഫ്ലോറിൽ. വാക്യൂം ക്ലീനറും ചൂലും ഒക്കെ പിടിച്ചിട്ടും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒരു ചെറിയ ബ്രഷ് എടുത്തിറങ്ങി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ പിന്നെ ഒരുമാതിരി മുടിയൊക്കെ പോകാൻ തുടങ്ങി. ഓരോ തവണ ബ്രഷ് വെച്ച് പിടിക്കുമ്പോഴേ എൻ്റെ ഒരു ലോഡ് മുടിയാണ് തറയെന്ന് എനിക്ക് കിട്ടുന്നത്. എല്ലാം കൂടെ വാരിക്കൂട്ടിയാൽ വേണമെങ്കിൽ ഒരു വിഗ് ഉണ്ടാക്കാനുള്ളതുണ്ടാവും. നാട്ടിലായിരുന്നപ്പോൾ ചേച്ചിയെ കുറ്റം പറയായിരുന്നു, പകുതി അവളുടെ മുടിയാന്ന് പറഞ്ഞ്. ഇവിടെ വന്നപ്പോൾ കുറ്റം പറയാൻ ആളില്ലാതായി. ഇവിടെ ഞാനും കണ്ണനും മാത്രമല്ലേ ഉള്ളൂ. എനിക്കൊരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഓഫ് കിട്ടി. അതങ്ങനെ തീരുന്നതെന്ന് പോലെ ഞാൻ അറിയില്ല, കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട്. പക്ഷെ കണ്ണൻ എവിടെ ഇരിക്കുന്നെങ്കിൽ കണ്ണൻ എന്നോട് പറയും, ബോറടി ആയിരുന്നു ഒറ്റയ്ക്കിരുന്നിട്ട്, ഇവിടെ പണിയൊന്നും ഇല്ലാന്ന്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ആൾ നല്ല ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. 11 മണിക്കൊരു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരിത്തിരി ആഹാരം കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണേ. അത് വെറുതെ എന്തിനാ ഇല്ലാതാക്കുന്നത്? ശരിക്കും ഈ ഡിഷ് വാഷർ വലിയൊരു അനുഗ്രഹമാണ്. പറ്റാവുന്ന പാത്രമല്ല അതിനകത്ത് കുത്തിക്കയറ്റി കഴിയുമ്പോഴത്തേനും അടുക്കള പാതിയും വൃത്തിയായി. പിന്നെ അവിടെ ഇവിടെ ഒന്ന് വൃത്തിയായി തുടച്ച് കഴിഞ്ഞാൽ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞു. ഇത്രയും കഴിയുമ്പോഴത്തേനും എൻ്റെ പാതി ചാർജും തീർന്നു. ഇനി എന്നെ കൊണ്ടൊന്നും മേല എന്നുള്ള സ്ഥിതിയായി. മേ ബി പാരസെറ്റമോളിൻ്റെ എഫക്റ്റ് തീർന്നിട്ടുണ്ടാവണം. ഈ 3 മിനിറ്റ് കാണുന്ന വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 4 മണിക്കൂറാണ്. അത്രയ്ക്ക് ഉണ്ടായിരുന്നു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കണ്ണം വരുമ്പോൾ ഞെട്ടു. കാരണം ആൾ പോകുമ്പോൾ ഇതൊരു കുരുക്ഷേത്ര ഭൂമിയായിരുന്നു. എന്തായാലും ഒക്കെ ക്ലീനാക്കി ഒരു കോഫിയൊക്കെ കുടിച്ച് ആളെ വെയിറ്റ് ചെയ്യാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഇത്രയും നേരം എൻ്റെ പ്രഹസനമൊക്കെ കണ്ട് അക്ഷമരായിട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എനിവേ, ഈ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ 2 പേരും ഒന്നിച്ചായിരിക്കും. ഇത് ശരിക്കും ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണെന്ന് എനിക്കറിയാം, എങ്കിലും ഇതെൻ്റെ തുടക്കമല്ലേ, ക്ഷമിച്ചോളാം. അടുത്ത തവണ നമുക്ക് അടിപൊളിയാക്കാം. കുറേ ക്യാമ്പിങ്ങിൻ്റെയും അതേപോലെ ട്രിപ്സിൻ്റെയൊക്കെ വീഡിയോ വരാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഈ കാപ്പിയും കുടിച്ച് കണ്ണനെ വെയിറ്റ് ചെയ്യട്ടെ. ഓക്കെ, ബൈ. വേറൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് കാണാം. ഓക്കേ.